പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫോക്കസ് ഓൺ ജീസസ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാ അഡ്മിൻ ബാനേഴ്സിലും ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പകൽക്കാലം കർത്താവായ യേശുക്രിസ്തു എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഞാൻ ഒന്നും കൂടെ വായിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിൻ്റെ വചനം, ഈ വചനം എല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാവം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വെറുതെ നടക്കുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരോട് ഉപദേശം കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു വേദഭാഗമാണ്. നമ്മൾ സാധാരണ നടക്കുമ്പോഴൊക്കെ പറയുന്നൊരു വേദഭാഗമാണ് ഈ ഭാഗം. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭാഗത്തിൽ നിന്ന് എന്നോട് ഇടപെട്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതെന്ന. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ആ ഭാഗം നാം വായിക്കുമ്പോൾ, ഞാൻ അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളിലും കിടക്കുന്നില്ല. ആമേൻ. സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, എൻ്റെ ദൈവം സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിയാകുന്ന നാം ഓരോരുത്തരും കർത്താവിനെ, അതായത് പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. സ്തോത്രം. അവൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടോ? ആമേൻ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ദൈവം സ്നേഹം തന്നെ എന്ന് പറയുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. കർത്താവ് പിതാവായ ദൈവം അവൻ പുത്രനെ നമുക്ക് തന്നു. ആമേൻ. സ്തോത്രം. ലോകത്തിൻ്റെ അഴുക്കുചാലുകളിലും പാപത്തിൽ ജീവിച്ചപ്പോഴും, ശാപത്തിൻ്റെ അടിമയായപ്പോഴും, രോഗത്തിലായിരുന്നപ്പോഴും, കഷ്ടത്തിലായിരുന്നപ്പോഴും, ഞെരുക്കത്തിലൊക്കെ ആയിരുന്നപ്പോഴും അവൻ ആ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. അവൻ സ്നേഹിച്ച് നമ്മളെ വീണ്ടെടുത്ത് അവൻ ദൈവസഭയ്ക്കകത്ത് ആക്കി ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ആ ദൈവത്തെ നാം സ്നേഹിക്കാറുണ്ടോ? ആമേൻ. സ്തോത്രം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് സകലത്തെക്കാൾ ഉപരി എൻ്റെ ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അല്ല. ആമേൻ. അല്ലെങ്കിൽ എൻ്റെ യേശു കർത്താവ് ചോദിച്ചു, ആമേൻ, പത്രോസിനോട് ചോദിച്ചു, ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ യേശു കർത്താവിനെ നാം സ്നേഹിക്കാറുണ്ടോ? ആമേൻ. സ്തോത്രം. നമ്മൾ നമ്മുടെ ഭർത്താവിനേക്കാൾ ഉപരി, നമ്മുടെ ഭാര്യയെക്കാൾ ഉപരി, നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ ഉപരി, നമ്മൾ തന്നിരിക്കുന്ന സമ്പത്തിനേക്കാൾ ഉപരി, നമുക്ക് തന്നിരിക്കുന്ന ഭവനത്തെക്കാൾ ഉപരി, ആമേൻ, നമുക്ക് തന്നിരിക്കുന്ന വാഹനത്തെക്കാൾ ഉപരി, നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയെക്കാൾ ഉപരി, നമുക്ക് തന്നിരിക്കുന്ന സർവ്വതിനേക്കാൾ ഉപരി നാം നമ്മെ തന്നെ ആമേൻ കർത്താവിന് കൊടുക്കണമെന്ന് തിരുവചനം പറയുന്നത്. അതിനേക്കാൾ ഉപരി നാം കർത്താവിനെ സ്നേഹിക്കാറുണ്ടോ? അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുള്ളത് ദൈവം. അവൻ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്നേഹിക്കാൻ നാം തയ്യാറാകുന്നു എങ്കിൽ ചിലത് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ ദൈവത്തെ സ്നേഹിക്കാൻ ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും തയ്യാറായി വരുമ്പോൾ കർത്താവ് ആ സ്നേഹം സ്തോത്രം, ഹല്ലേലൂയ, ആ സ്നേഹത്തിൽ പൊതിഞ്ഞ ചില അനുഗ്രഹങ്ങൾ നമുക്ക് തരുവാനിടയാകും. സ്തോത്രം. തിരുവചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. സ്തോത്രം. തിരുവചനം വീണ്ടും പറയുന്നു, സ്തോത്രം, നിങ്ങൾ കണ്ടുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ പലതിനെയും കാണാതെ വിശ്വസിക്കുന്നവരായി തീരണം. യേശു കർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും വിശ്വസിച്ചിട്ട് സ്തോത്രം, കർത്താവിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ വാക്ക് മാത്രമേ അനുസരിക്കുകയുള്ളൂ. കർത്താവിനെ സ്നേഹിക്കുന്നവർ ഒരിക്കലും പറയത്തില്ല യേശുവിൻ്റെ വാക്ക് കഠിന വാക്കാണെന്ന്. യേശുവിൻ്റെ വാക്ക് വിശ്വസിക്കുന്നവർ തീർച്ചയായും യേശുവിനെ സ്നേഹിക്കുന്നവരായിരിക്കും, തിരുവചനം നന്നായി വായിക്കുന്നവരായിരിക്കും, തിരുവചനം നന്നായി പഠിക്കുന്നവരായിരിക്കും, യേശുവിനെ കൂടുതൽ
കൂടുതൽ കൂടുതൽ കൂടുതൽ പഠിക്കുന്നവരായിരിക്കും. യേശുവിനെ ഭക്ഷിക്കുന്നവർ, അതായത് വചനത്തെ ഭക്ഷിക്കുന്നവരായിരിക്കും. യേശുവിനെ കണ്ടെത്താകുന്ന കാലത്തിൽ അവനെ അന്വേഷിപ്പീനെന്നും ഈ ദിവസങ്ങൾ വചനം വായിപ്പാൻ നമുക്കൊരു അത് ദൈവത്തോടുള്ള സ്നേഹമാണ്. ദൈവം സ്നേഹം തന്നെ എന്ന് പറയുമ്പോൾ ആ വചനം നാം ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, ആ വചനം നമ്മുടെ ലൈഫിനകത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ചില നന്മകൾ നമ്മുടെ ലൈഫിനകത്തേക്ക് ദൈവം വെളിപ്പെടുത്തുവാനിടയാകും. അടശക്കമന ഹസീറ്റുര മനാറകന. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്നോട് ഇടപെട്ട ഭാഗം ഇങ്ങനെയാണ്. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും മറ്റു പലതിൻ്റെയും പുറകെ നമ്മൾ പോവുകയും ചെയ്യുമ്പോൾ ദൈവം ഒരുക്കി വെച്ചതൊക്കെ നമുക്ക് എങ്ങനെ ലഭിക്കും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ശ്രേഷ്ഠമായതൊന്നും മുൻകരുതി വെച്ചിരിക്കുന്നതാണ്. അവൻ എബ്രായ ലേഖനത്തിൽ പറയുന്നത്. സ്തോത്രം. നമുക്ക് ആ മുൻകരുതി വെച്ചിരിക്കുന്നതൊക്കെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ നാം സ്നേഹിക്കുന്നവരായിരിക്കണം. പ്രതിസന്ധി വരുമ്പോൾ തള്ളി പറയുന്നതല്ല യേശുവിനോടുള്ള സ്നേഹം. ആമേൻ. സ്തോത്രം. നമ്മുടെ പത്രോസ് യേശുവിനോട് കൂടെ ആയിരുന്ന സമയത്ത് യേശു ഇങ്ങനെ നടന്നു പോയ സമയത്ത് ഹല്ലേലൂയ, അയ്യോ പത്രോസ്, നീയും അവനോട് കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്ന് ചോദിച്ചു പറയുന്നു, ഇല്ല, ഞാൻ അവനെ അറിയുന്നില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. അവന് ഉള്ളിൽ സ്വത്ര നമ്മൾ പുറത്ത് ഒന്ന് വെച്ചിട്ട് പുറമേ മറ്റൊന്ന് കാണിക്കുന്നത് അത് ദൈവത്തോടുള്ള സ്നേഹമല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് പ്രദർശിപ്പിക്കപ്പെടട്ടെ. സ്തോത്രം. നമ്മുടെ ലൈഫിനകത്ത് തിരുവചനം ഇങ്ങനെ പറയുന്നു, പാപിയെ ദൈവം സ്നേഹിക്കുന്നു, പക്ഷേ പാപത്തെ കർത്താവ് വെറുക്കുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്യുന്നവനെ കർത്താവ് പ്രാർത്ഥന കേൾക്കത്തില്ല. പക്ഷേ പാപിയെ ദൈവം സ്നേഹിക്കുന്നു, അവനെ ദൈവം തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇത് കൃപായുഗമായതുകൊണ്ട് നമ്മളെ ഒരിക്കലും യേശു കർത്താവ് അല്ലെങ്കിൽ പിതാവായ ദൈവം പുത്രനിൽ കൂടെ നമ്മളെ വീണ്ടെടുത്തിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ തള്ളിക്കളയുന്നില്ല. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നാം ഒരുക്കമുള്ളവരാണോ? ആമേൻ. സ്തോത്രം. ആമേൻ. ഈ മാസത്തിൻ്റെ അവസാന ശനിയാഴ്ച ഇന്ന് പകൽക്കാലം, ഈ ശനിയാഴ്ച പകൽക്കാലം എൻ്റെ യേശു കർത്താവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, നീ സകലത്തിലും അധികമായി എന്നെ സ്നേഹിക്കാറുണ്ടോ? ആമേൻ. സ്വന്തം. ഞാൻ രോഗം യേശു കർത്താവ് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായിരിക്കുമ്പോൾ ആ പാപത്തെ നാം വെറുക്കണം. നമുക്ക് പാപമംഗലമായി ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ സർവ്വലോകവും ദുഷ്ടന്റെ അധീനത കിടക്കുമ്പോൾ അതിനെ ജയിച്ച് അതിൻ്റെ മേൽ കൂടെ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ എടുത്തു വെച്ച് സ്തോത്രത്തോടെ എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മൾ അടുക്കാൻ തുടങ്ങുക. പ്രതികൂലം വരുമ്പോൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങുക, പ്രതിസന്ധി വരുമ്പോൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങുക, കഷ്ടത വരുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മൾ യേശു കർത്താവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഹൃദയം തുറന്ന് നാം കർത്താവിനെ കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളും സ്തോത്രം, ഹല്ലേലൂയ, പങ്കപ്പാടുകളും ഓർത്താൽ നമ്മുടെ ലൈഫിനകത്ത് വന്നിട്ടുള്ള കഷ്ടതകളും പ്രയാസങ്ങളും കുടുംബത്തിൽ ഒറ്റപ്പെടലുകളും ഒന്നുമല്ല. പക്ഷേ എൻ്റെ യേശു കർത്താവ് ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നത് എന്തിനാ? നാം ദൈവത്തെ അറിയുന്നു എന്ന് പറയുകയും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നമ്മൾ തോന്നിയതുപോലെ ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കാതിരിക്കുകയും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരിക്കുകയും കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കേണ്ട സമയത്ത് സ്തുതിക്കാതിരിക്കുകയും സ്തോത്രം, നമ്മുടെ കാലുകൾ അങ്ങയുടെ കർത്താവിൻ്റെ ഹിതത്തിനൊത്ത് നടക്കാതിരിക്കും, നമ്മുടെ ചെവികൾ കേൾക്കേണ്ടാത്തത് കേൾക്കുകയും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ പലതും നിയമം ചെയ്യാതെ പലതും നമ്മൾ ദൈവത്തിന് തിരിഹിതമല്ലാതെ ചെയ്യുകയും ചെയ്തപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ചില്ലേ ദൈവമക്കളെ? ആ സ്നേഹം നമ്മുടെ ലൈഫിനകത്ത് കർത്താവിനോടും ഉണ്ടാകണം. തിരുവചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, അത് സ്തോത്രം വായിച്ചു കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടും, അത് പ്രമാണിക്കുന്നവർ അതിനേക്കാൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഏത് പ്രതികൂലങ്ങളും നടപ്പിലും ഇരിപ്പിലും കർത്താവിനെ ധ്യാനിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ കിടക്കുമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിരുന്ന. ഇന്ന് പകൽക്കാലം
പകൽക്കാലം ആ തിരുവചനത്തെ കർത്താവിനെ സ്നേഹിപ്പാൻ ഇന്ന് കർത്താവിനെ സ്നേഹിപ്പാൻ നാം തയ്യാറാകുമെങ്കിൽ ഇങ്ങനെ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലെന്ന്. ആർക്കും അവൻ പ്രത്യക്ഷപ്പെടാത്ത, ആരും പ്രതീക്ഷിക്കാത്ത ചില നന്മകളും അനുഗ്രഹങ്ങളും ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ലൈഫിനകത്ത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. തിരുവചനം ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങൾക്ക് കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊണ്ട്. അത് മാത്രവുമല്ല, അവൻ സ്തോത്ര തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തി നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആ നന്മകൾ വെളിപ്പെടേണ്ടതിനാൽ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ അവൻ പത്രോസ് അപ്പോസ്തലൻ പറയും. ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ നമുക്ക് ഒന്നുകൂടെ സ്നേഹിക്കാം, ഒന്നുകൂടെ ക്രിസ്തുവിനോട് നമുക്ക് അടുത്തു വരാം. ആ ക്രൂശിലേക്ക് സ്വർഗം യഹോവയുടെ സിംഹാസനമായിരിക്കുമ്പോൾ, ഭൂമി കർത്താവിന്റെ പാദപീഠവുമായിരിക്കുമ്പോൾ ആ പാദപീഠത്തിലേക്ക് അടുത്തു വന്ന് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ്, നമ്മൾ ദൈവത്തെ മറന്നുപോയത്, വചനം വായിക്കേണ്ട സമയത്ത് വായിക്കാതിരുന്നത്, പ്രാർത്ഥിക്കാതിരുന്നത്, ആരാധിക്കാതിരുന്നത്, അവൻ സുവിശേഷം പറയാതിരുന്നത്, പ്രാപിച്ചിട്ടും കൊടുക്കാതിരുന്നത്, അവൻ സ്തോത്രം നമുക്ക് സഹോദരങ്ങളെ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാൻ പറ്റാതിരുന്നത്, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവൻ തൻ്റെ മാതാപിതാക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവ, സഹോദരനെ പകയ്ക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെന്ന. ഇന്ന് പകൽക്ക് നമുക്ക് അന്യോന്യം സ്നേഹിക്കാം, ദൈവത്തെ സ്നേഹിക്കാം, നമുക്ക് മറ്റുള്ളവരെ, ദൈവസഭയിലുള്ളവരെ സ്നേഹിക്കാം, കൂട്ടുകാരെ സ്നേഹിക്കാം, നമ്മൾ ലോകത്തിലുള്ളവരെ നമുക്ക് സ്നേഹിക്കാം, സ്വന്തം നമ്മുടെ സഭയിലുള്ളവരെ നമുക്ക് നമ്മളെ പീഡിപ്പിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാം, നമ്മൾ ഉപദ്രവിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്നേഹിക്കുന്നവരായി നമുക്ക് തീരാം. ആ സ്നേഹിച്ചാൽ കർത്താവിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ചില നന്മകൾ, ആർക്കും വെളിപ്പെടാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മുടെ ചിന്തകളെക്കാൾ വഴികളെക്കാൾ ഉപരിയായ ചില നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ഈ ഫോക്കസ് ഓൺ ജീസസ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിനെ ദൈവം ഇടയാക്കട്ടെ. സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹത്താൽ ഈ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന ഭാഗങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.